എല്ലാവർക്കും എൻ്റെ ഹരേ കൃഷ്ണ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിൽ ഇരിക്കുന്നവർക്ക് വേണ്ടിയുള്ള റീഡിംഗ് ആണ്. ഒരു പ്രത്യേകതരം റീഡിംഗ് ആണ്. ഞാനൊരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ആശയം കൊണ്ടുവരണമെന്ന് കരുതി നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നതാണ്. ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തികൾക്ക് വേണ്ടി തന്നെയാണ് ഒരു വ്യത്യസ്തമായൊരു പ്രമേയം കൊണ്ടുവരണമെന്ന് ഞാൻ കരുതി. അപ്പോൾ അതിനുവേണ്ടി അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്. അതായത് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് പൂർണ്ണമായും പിന്മാറാൻ തീരുമാനിച്ചാൽ നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ പ്രതികരണം അല്ലെങ്കിൽ തീരുമാനം എന്തായിരിക്കുമെന്നാണ് നമ്മൾ ഈ ഒരു റീഡിങ്ങിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയുക. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഫോഴ്സ്ഫുള്ളി അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ നിങ്ങളുമായിട്ട് ഒരു തരത്തിലും ഇത് നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഈ ഒരു റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ഒരു ജെൻഡർലെസ് റീഡിംഗ് ആണ്. ഇത് എപ്പോൾ നിങ്ങൾ കാണുന്നോ അപ്പോൾ നിങ്ങൾക്കിത് റെസൊണേറ്റ് ആവുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു റീഡിംഗ് ആണ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അപ്പം നമ്മളിതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയുക എന്നാണ് എനിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അപ്പം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ്. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്താൽ, നിങ്ങൾ അതിൽ നിന്ന് പിന്മാറിയാൽ അവരുടെ തീരുമാനം എന്തായിരിക്കും അല്ലെങ്കിൽ അവരുടെ പ്രതികരണം എന്തായിരിക്കും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പം നമുക്ക് തീർച്ചയായിട്ടും ആ റീഡിങ്ങിലേക്ക് കടക്കാം. അപ്പം ആദ്യം തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ മുഖം ഒന്ന് നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിൽ വിചാരിക്കുക, ഒരു വ്യക്തമായിട്ട് മനസ്സിൽ വിചാരിക്കുക. ഒരു 5 പ്രാവശ്യം ഒരു ഡീപ്പ് ബ്രെത്ത് എടുക്കുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണാൻ ശ്രമിക്കുക. പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ റീഡിങ്ങിലേക്ക് കിടക്കാം. അപ്പം ഇത് ഷഫിൾ ചെയ്ത് വെച്ചിരിക്കുന്ന കാർഡാണ്. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് കാർഡ് എടുത്ത് നോക്കാം. അതായത് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇവിടെ ഒരു ഹെർമിറ്റ് എന്ന് പറയുന്ന ഒരു കാർഡ് വന്നിട്ടുണ്ട്. ആദ്യം അവരുടെ നിലവിലത്തെ മാനസികാവസ്ഥയെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണത്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാർഡായ 3 ഓഫ് സോഡ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാറിയാൽ അവർക്ക് അനുഭവപ്പെടുന്ന വേദന, അതായത് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറിയാൽ അവർക്ക് എത്രത്തോളം വേദന അവർക്കുണ്ടാകും, അതിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാർഡുകൾ പറയുന്നത്, ആദ്യത്തെ കാർഡായ ഹെർമിറ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ അവർ തനിച്ചിരുന്ന് കാര്യങ്ങൾ ചിന്തിക്കുന്ന അവസ്ഥയിലാണെന്നാണ് കാണുന്നത്. ഇവിടെ ഈ ഒരു ആദ്യത്തെ ഒരു ഹെർമിറ്റ് കാർഡ് മനസ്സിലാക്കുന്നത്, എനിക്ക് ഈ ഒരു ഹെർമിറ്റ് കാർഡിൽ നിന്ന് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ വ്യക്തി തനിച്ചിരുന്ന് കാര്യങ്ങൾ ചിന്തിക്കുന്ന അവസ്ഥയിലായിട്ടാണ് കാണുന്നത്. എന്നാൽ നിങ്ങൾ പെട്ടെന്ന് പിന്മാറുന്നു എന്ന് കാണുമ്പോൾ 3 ഓഫ് സോഡ് എന്ന് പറയുന്ന ഒരു എനർജി കാർഡ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കതൊരു വലിയ മാനസിക വിഷമം ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ പെട്ടെന്നുള്ളൊരു മാറ്റം അവർ മാനസികപരമായിട്ട് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് താൻ കരുതിയിലും വേഗത്തിൽ നിങ്ങൾ കൈവിട്ടുപോയി എന്നൊരു തിരിച്ചറിവ് അവരെ തളർത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് അവർ മനസ്സ് ഏകാഗ്രമാക്കി എല്ലാത്തിൽ നിന്നും ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കുകയാണ്. കാര്യങ്ങൾ സസൂക്ഷ്മം വിലയിരുത്തുന്ന ഒരു വ്യക്തിയാണ് ഹെർമിറ്റ് കാർഡിലൂടെ കാണുന്നത്. പക്ഷേ 3 ഓഫ് സോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു പെട്ടെന്ന് ഇതിൽ നിന്നൊരു തീരുമാനമെടുത്ത് നിങ്ങൾ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുമ്പോൾ, ഈ ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറുമ്പോൾ അവർക്കതൊരു വലിയ തരത്തിലുള്ള മാനസിക വിഷമം അല്ലെങ്കിൽ മാനസിക സംഘർഷം ഉണ്ടാക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് അവർക്കൊരു തിരിച്ചറിവ് വരുന്നുണ്ട്. അതായത് നിങ്ങൾ കൈവിട്ടു പോയി, അതായത് അവർ കരുതിയിലും വേഗത്തിൽ നിങ്ങൾ കൈവിട്ടു പോയി, അവരിൽ നിന്ന് ഒരുപാട് അകന്നു പോയി എന്നൊരു മെസ്സേജാണ് അതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയാണ് അവർ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ ഇവിടെ ഒരു ടവർ കാർഡ് വന്നിട്ടുണ്ട്. ടവർ കാർഡ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. അതായത് അവർ പോലും വിചാരിച്ച് കാണത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം ഈ ഒരു വ്യക്തിയെ കാത്തിരുന്ന ഒരു വ്യക്തിയാവണം, അതുകൊണ്ടായിരിക്കണം നിങ്ങൾ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്തത്. അതായത് നിങ്ങൾ വളരെ കാലം ഈ ഒരു വ്യക്തിക്ക് വേണ്ടി കാത്തിരുന്നു, ഇന്ന് വരും നാളെ വരും എന്നൊക്കെ വെച്ച് നിങ്ങൾ കാത്തിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അവർ വന്നില്ല. പക്ഷെ നിങ്ങൾ ജീവിതമാണ്, നിങ്ങൾക്കിപ്പോൾ ഒരു തിരിച്ചറിവ് വന്നു, നിങ്ങൾ സെൽഫ് ലവ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ അഫർമേഷൻ ചെയ്തു, മെഡിറ്റേഷൻ ചെയ്തു, നിങ്ങൾക്കൊരു തിരിച്ചറിവ് വന്നു, നിങ്ങളതുകൊണ്ട് മൂവ് ഓൺ ചെയ്തു. പക്ഷേ ഇപ്പം മൂവ് ഓൺ ചെയ്തപ്പോൾ എന്താണ്, അത് അവർക്കൊരു അപ്രതീക്ഷിതമായൊരു തിരിച്ചടിയായി. അവർ വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും അവരുടെ ലൈഫിൽ നിന്ന് പോവില്ല എന്നാണ്
എത്ര ഹട്ടി ഓടിച്ചാലും പോയില്ല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു വ്യക്തിത്വമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് പിന്മാറി. പക്ഷേ അതവർക്കൊരു പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടിയായി. അപ്പോൾ ഈ ഒരു ടവർ കാർഡ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു അപ്രതീക്ഷിത പിന്മാറ്റം അവർക്ക് ഷോക്കായിട്ട് മാറി എന്നാണ് മനസ്സിലാക്കുന്നത്. റിയലി ഒരു ഷോക്കായി. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഷോക്കിംഗ് ന്യൂസാണ്. അവർ അതൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അവർക്കറിയാം നിങ്ങൾ ഒരിക്കലും അവരുടെ ലൈഫിൽ നിന്ന് പോകത്തില്ല എന്നാണ് അവർ ചിന്തിച്ചിരിക്കുന്നത്. അവർ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകില്ല എന്നാണ് ആ ഒരു വ്യക്തി ചിന്തിച്ചിരുന്നത്. കാര്യം നിങ്ങളെ അത്രത്തോളം ഈ ഒരു വ്യക്തി വഞ്ചിച്ച് തേർഡ് പാർട്ടിയുടെ കൂടെ പോയി, അല്ലെങ്കിൽ നിങ്ങളെ വിട്ടുപോയൊരു വ്യക്തി അവർ ചിന്തിച്ചിരുന്നത് നിങ്ങൾ എത്ര ആട്ടി ഓടിച്ചാലും നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് പോവില്ല എന്നാണ്. പക്ഷെ നിങ്ങൾ അവരുടെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് വിട്ടുപോയി, അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്തു. അതവരൊട്ടും പ്രതീക്ഷിക്കാത്ത ഒന്നാണ്. അതായത് 8 ഓഫ് കപ്സ് എന്ന് പറഞ്ഞൊരു കാർഡ് വന്നിട്ടുണ്ട്. ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവരാകെ ഇമോഷണലി ഡ്രെയിൻഡ് ആകുന്നതായിട്ടാണ് കാണുന്നത്. അതായത് അവർ ഇമോഷണലി മൊത്തം ഡ്രെയിൻഡ് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഒരു പിന്മാറ്റം അവരെ അത്രത്തോളം മാനസിക വേദന അവർക്ക് നൽകുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഒരു നിസ്സഹായ അവസ്ഥയാണ് ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക്. കാര്യം നിങ്ങളോട് അത്രത്തോളം തെറ്റുകൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ തേടി വരാനും വയ്യ, എന്ത് ചെയ്യണം എന്നൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥ. നിങ്ങളുടെ അപ്രതീക്ഷിത പിന്മാറ്റം അവർക്കൊരു തിരിച്ചടിയായി, വലിയൊരു തിരിച്ചടി നൽകിയതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളെ തേടി വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു നിസ്സഹായ അവസ്ഥ അവർക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. അവർക്കൊരു നിസ്സഹായ അവസ്ഥയാണ്. അവർ ഇമോഷണലി ഡ്രെയിൻഡായി, അവർ കരയുന്നുണ്ട്, മനസ്സിൽ കരയുന്നുണ്ട്, ഒരു മാനസിക വേദനയാണ്. അത്രത്തോളം അവർ തളർന്ന് നിൽക്കുകയാണ് ഈ ഒരു സിറ്റുവേഷനിൽ. അത്രത്തോളം വിഷമിക്കുന്നുണ്ട്. സകല ദൈവങ്ങളെയും വിളിക്കുന്നുണ്ട്. ഇനിയും വിളിക്കാത്ത ദൈവങ്ങളെയൊന്നുമില്ല, താഴെ ഇറക്കുന്നില്ല. അത്രത്തോളം അവർ ദൈവത്തെ ഇവരെയും വിളിച്ച് താഴെ ഇറക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു നിസ്സഹായ അവസ്ഥയാണ്. ദൈവം വരെ അവരെ കൈവിട്ടൊരവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യണം എന്നറിയാത്തൊരു ഒറ്റപ്പെടലാണ് അവരിപ്പോൾ അനുഭവിക്കുന്നത്. കാര്യം അവർ മൂലമാണ് നിങ്ങളെ അവർക്ക് നഷ്ടപ്പെട്ടതെന്നുള്ളൊരു ഉറച്ച വിശ്വാസം ആ ഒരു വ്യക്തിക്കുണ്ട്. അല്ലെങ്കിൽ അവരങ്ങനെ അവർക്കൊരു റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത്. അപ്പോൾ അവർ ഇമോഷണലി മൊത്തം ഡ്രെയിൻഡായിട്ട് കാണുന്നുണ്ട്. ഇതാണ് നമുക്ക് ആദ്യത്തെ സെറ്റ് കാർഡ് പറയുന്നത്. ഇനി നമുക്കൊരു 4 കാർഡ്സും കൂടെ എടുക്കാം. ഇത്രയും കാർഡുകളാണ്. ഇനി അടുത്ത സെറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും ബ്യൂട്ടിഫുൾ കാർഡുകളാണ് വന്നത്. ഇവിടെ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇവിടെ ഒരു മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട്. മജീഷ്യൻ കാർഡ് കാണിക്കുന്നത് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ അവർ തന്ത്രപരമായി നീങ്ങാൻ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളെ അനുനയിപ്പിച്ച് അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഭയങ്കര തന്ത്രപരമായിട്ട് കാര്യങ്ങളൊക്കെ നീക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനൊക്കെ ഇവിടെ കാര്യങ്ങൾ മാറി മറിയുന്നുണ്ട്. അവർക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല. കാര്യം നിങ്ങൾ രണ്ടുപേര് പരസ്പര പൂരകങ്ങളാണ്. ഒരു സോൾമേറ്റ് കണക്ഷനാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും. അത്രത്തോളം, അല്ലെങ്കിൽ ഒരു ടിൻ ഫ്ലെയിം കണക്ഷനാണ്. അത്രത്തോളം ആത്മബന്ധമുണ്ട് രണ്ടുപേർക്കും ഇടയിൽ. അതിൻ്റെ ഇടയിലേക്കാണ് ഒരു തേർഡ് പാർട്ടി വന്ന്, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ വന്ന് നിങ്ങളുടെ ബന്ധം എൻഡായത്. ഒരു ബ്ലാക്ക് മാജിക്കിലൂടെ, പലതരത്തിലുള്ള കാര്യങ്ങളിലൂടെ ഈ ഒരു ബന്ധം എൻഡായി. പക്ഷേ ഈ ഒരു മജീഷ്യൻ കാർഡ് വിചാരിക്കുന്നു, ആ ഒരു കാർഡിലൂടെ പറയാൻ ആ ഒരു വ്യക്തി ശ്രമിക്കുന്നത് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് അവർ തന്ത്രപരമായി നീങ്ങാൻ സാധ്യതയുണ്ട് എന്നാണ് മജീഷ്യൻ കാർഡ് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു നൈറ്റ് ഓഫ് സോഡ് എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടാവും. നൈറ്റ് ഓഫ് സോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഒരു കാര്യം അംഗീകരിക്കാത്ത വ്യക്തികളാണ്. അവർക്ക് ക്ഷമയൊന്നുമില്ല. അവരാരോട് ക്ഷമിക്കാത്ത വ്യക്തികളൊക്കെയാണ് നൈറ്റ് ഓഫ് സോഡ്. അപ്പോൾ അവർക്ക് ഈഗോ ഒക്കെ ഉള്ളൊരു വ്യക്തികളാണ്. നൈറ്റ് ഓഫ് സോഡ് എനർജി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഈഗോ ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ്. ഭയങ്കര ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു ബിഹേവിയറാണ് നൈറ്റ് ഓഫ് സോഡ് കാർഡിന് വന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് തന്ത്രപരമായി നീങ്ങാൻ സാധ്യതയുണ്ടെങ്കിലും ഈ ഒരു നൈറ്റ് ഓഫ് സോഡ് എനർജി വന്നതുകൊണ്ട്
അവർ പെട്ടെന്ന് വന്ന് മാപ്പ് ചോദിക്കില്ല എന്നാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് തനിക്ക് തെറ്റ് പറ്റിയെന്ന് സമ്മതിക്കാൻ അവരുടെ ഈഗോ അനുവദിക്കില്ല. അതാണ് അനുവദിക്കാത്തൊരു സിറ്റുവേഷനാണ് ഈ ഒരു നൈറ്റ് ഓഫ് കാർഡിലൂടെ. അവരൊരിക്കലും അവരുടെ തെറ്റ് അംഗീകരിക്കാത്ത വ്യക്തികളാണ് നൈറ്റ് ഓഫ് സോഡ് കാർഡ്. ഒരു തുറന്ന സംസാരമോ അങ്ങനെയൊന്നുമില്ല, ഒരു തെറ്റ് അംഗീകരിക്കാത്ത വ്യക്തികളാണ് ഈ ഒരു നൈറ്റ് ഓഫ് സോഡിലൂടെ മനസ്സിലാക്കാൻ. അതായത് അവർ പക്ഷേ ഉള്ളിൽ അവർ ഭയങ്കര സ്നേഹമുള്ളവരായിരിക്കും. നൈറ്റ് ഓഫ് സോഡ് ഭയങ്കര സ്നേഹമുള്ളവരായിരിക്കും, പക്ഷേ പരുഷമായ സ്വഭാവമുള്ളവരായിരിക്കും. ഭയങ്കര പുറമേ കാണിക്കുമ്പോൾ ഭയങ്കര പരുഷമായിട്ടായിരിക്കും. നമ്മുടെ അടുത്ത് അത്രത്തോളം സ്നേഹമൊന്നും പ്രകടിപ്പിക്കത്തൊന്നുമില്ല, പരുഷമായിട്ടുള്ള രീതിയിലാണ്. ഇത് നിങ്ങളുടെ വ്യക്തി എനി ജെൻഡർ ആവാം കേട്ടോ. ഇതൊരു ജെൻഡർലെസ് റീഡിംഗ് ആണ്. ഒരു ലേഡി ആവാം, അല്ലെങ്കിൽ ഒരു ബോയ് ആകാം, ഏത് തരത്തിലുള്ള ഒരു ഗേൾ ആകാം, ബോയ് ആകാം, ലേഡി ആകാം, ഒരു ജെൻഡർ ആകാം, ഏത് തരത്തിലും നിങ്ങളുടെ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ആവാം. അപ്പോൾ തീർച്ചയായിട്ടും അവരെന്ന് പറഞ്ഞാൽ ഭയങ്കര പരുഷമായി ചിന്തിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ പുറമേ കടുപ്പക്കാരായിട്ട് അഭിനയിക്കുന്ന വ്യക്തികളാണ്, പക്ഷെ ഉള്ളിൽ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന വ്യക്തികളാണ്. അതായത് ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാർഡുകൾക്കിടയിൽ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഗോയും സ്നേഹവും തമ്മിലുള്ള പോരാട്ടമാണ്. ഒരു തരത്തിൽ നൈറ്റ് ഓഫ് സോഡ് ഈഗോയാണ് സൂചിപ്പിക്കുന്നത്, ഈഗോയെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ സ്നേഹത്തെ സൂചിപ്പിക്കുന്ന കാർഡാണ് മജീഷ്യൻ. അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ മതി. അപ്പോൾ ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈഗോയും സ്നേഹവും തമ്മിലുള്ള പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. അത്രത്തോളം അവർക്ക് നിങ്ങളെ അത്രത്തോളം ഇഷ്ടമാണ്, അവർക്ക് വേണം. പക്ഷെ അവരുടെ ഈഗോ അതിന് അനുവദിക്കുന്നില്ല. അവർ ഭയങ്കര ഈഗോസ്റ്റിക്കാണ്, താന്നു കൊടുക്കുന്ന ഒരു സ്വഭാവമില്ല. ഇവർ എപ്പോഴും ഉയർന്നു കൊടുക്കുന്ന ആളുകളാണ്. അവർ ഇപ്പോഴും അവരുടെ എപ്പോഴും ഒരു തട്ടിൽ മുകളിലാണെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് നൈറ്റ് ഓഫ് സോഡ് എനർജി എന്ന് പറഞ്ഞാൽ. അതുപോലെ ഈ രണ്ട് കാർഡുകൾ നമുക്ക് ഒരു ഫൈനൽ ഡിസിഷൻ കാർഡുകളായിട്ട് എടുക്കാം. ആ ഒരു വ്യക്തിയുടെ അന്തിമ തീരുമാനം എന്താണെന്ന് നമുക്ക് നോക്കാം. അല്ല, ആ ഒരു കാർഡ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയ മാറ്റത്തെ സൂചിപ്പിക്കുന്നതാണ് കേട്ടോ. നിലവിൽ നിന്നൊരു മാറ്റമാണ്. അതായത് അവസാന കാർഡുകളായ ജഡ്ജ്മെൻറ്റും വേൾഡ് കാർഡ് സൂചിപ്പിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നിങ്ങളുടെ പിന്മാറ്റം അവരെ ഒരു വലിയ കാര്യം പഠിപ്പിക്കുന്നുള്ളതായിട്ടാണ് കാണുന്നത്. ഒരു വലിയ പാഠം അവർക്ക് മനസ്സിലാക്കി കൊടുക്കും നിങ്ങളുടെ പിന്മാറ്റം. അതായത് നിങ്ങളുടെ വാല്യൂ അവർ തിരിച്ചറിയുന്നതായിട്ട് കാണുന്നത്. എന്താണ് ആ ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വാല്യൂ. നിങ്ങൾക്ക് പകരമാവാൻ ആർക്കും പറ്റില്ല എന്നുള്ളൊരു കാര്യം പ്രകൃതി അവരെ പഠിപ്പിക്കുന്നതായിട്ടാണ് ഈ ഒരു കാർഡിലൂടെ സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങളില്ലാത്ത ഒരു ജീവിതം അപൂർണമാണെന്ന് അവർ തിരിച്ചറിയുന്ന ഒരു സാഹചര്യം വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു വ്യക്തിയുടെ ജീവിതചക്രത്തിലെ ഒരു സൈക്കിൾ പൂർത്തിയാക്കി അവർ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഇതിനൊരു റീസ്റ്റാർട്ട് ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ ബന്ധത്തിന്. ഒന്നുകിൽ പുതിയൊരു തുടക്കം ഈ ഒരു ബന്ധത്തിനുണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ വ്യക്തമായ ഒരു സംസാരം ഇതിലൂടെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ളൊരു ബന്ധത്തിൽ. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു വലിയ മാറ്റം ഈ രണ്ട് കാർഡുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ജഡ്ജ്മെൻറ്റ് കാർഡും വേൾഡ് കാർഡും സൂചിപ്പിക്കുന്നുണ്ട്, ദ വേൾഡ് കാർഡും. അതായത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ പിന്മാറുന്നത് അവരിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കുന്നതായിട്ടാണ് കാണുന്നത്. തുടക്കത്തിൽ വേദനയും ദേഷ്യവും കാണിക്കുമെങ്കിലും അവസാന നിമിഷം നിങ്ങളെ നഷ്ടപ്പെടാതിരിക്കാൻ അവർ കൃത്യമായ ഒരു തീരുമാനം എടുക്കുന്നതായിട്ടാണ് എനിക്ക് ഈ ഓവറോൾ റീഡിങ്ങിൽ നിന്ന് മനസ്സിലായത്. അപ്പോൾ ഇത്രയും കാർഡുകൾ നമ്മൾ എടുത്തു. ഇവിടെ ഏറ്റവും വന്ന ഒരു കാർഡ് ഫ്യൂച്ചർ കാർഡ് എന്ന് പറഞ്ഞാൽ വേൾഡ് കാർഡാണ്. അത്രത്തോളം മനോഹരമായ കാർഡാണ്. അപ്പോൾ ഇത്രയും നമ്മൾ 8 കാർഡുകൾ എടുത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാനുള്ള കാര്യം, മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൃത്യമായ ഒരു തീരുമാനം എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വ്യക്തമായ നിലപാട് ആ ഒരു വ്യക്തി സ്വീകരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് അവസാന നിമിഷം നിങ്ങളെ നഷ്ടപ്പെടാതിരിക്കാനുള്ള അവർ കൃത്യമായ ഒരു നീക്കം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റീഡിംഗ് ആയിരുന്നു, ഒരു ചെറിയ റീഡിംഗ് ആയിരുന്നു. അപ്പം എൻ്റെ റീഡിംഗ് ഒക്കെ കാണുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ കൂട്ടാക്കാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് കൂട്ടാക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതൊരു 100% ആക്യുറേറ്റ് ആവണമെന്നില്ല കേട്ടോ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നമുക്കറിയാം പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ വ്യക്തത വരുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും 100% ഇത് യോജിക്കണം എന്നില്ല. നിങ്ങളുടെ സാഹചര്യമായിട്ട് യോജിക്കുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ സെൽഫ് ലവിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തു പോവുക. നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേൾക്കുക.
നിങ്ങൾ കൂടുതലും ആത്മീയ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ ആ വ്യക്തി ഒരു ഉചിതമായ തീരുമാനം നിങ്ങൾക്കായിട്ട് എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ എൻ്റെ റീഡിംഗ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വീണ്ടും നമ്മളൊരു റീഡിങ്ങുമായിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതുപോലെ എൻ്റെ ചാനൽ ഞാൻ ലാസ്റ്റ് പറയുകയാണ്, എൻ്റെ ചാനൽ ഒന്ന് കൂട്ടാക്കാത്തവരൊക്കെ ഒന്ന് കൂട്ടാക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെയുണ്ട്, പുതിയതായിട്ട് വന്നൊരു ഓപ്ഷനാണ്. എനിക്ക് കുറച്ചും കൂടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണയാണ് എൻ്റെ ചാനലിലെ വിജയം. അപ്പോൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നന്ദി, നമസ്കാരം.